നമസ്തേ. ഇന്ന് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് തൈത്തിരീയ ഉപനിഷത്താണ്. തൈത്തിരീയ ഉപനിഷത്ത് തൈത്തിരീയ ആരണ്യകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. കൃഷ്ണയജുർവേദ ഉപനിഷത്താണ് തൈത്തിരീയ ഉപനിഷത്ത്. കൃഷ്ണയജുർവേദത്തിലെ മറ്റൊരു ഉപനിഷത്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. അത് കഠോപനിഷത്താണ്. പിന്നെ ശുക്ലയജുർവേദത്തിലെ രണ്ട് ഉപനിഷത്തുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ബൃഹദാരണ്യക ഉപനിഷത്തും അതുപോലെ തന്നെ ഈശോപനിഷത്തും. ഇപ്പോൾ 2, 1, 3. നാലാമത് ആദ്യം നമ്മൾ കണ്ടത് ഐതരേയ ഉപനിഷത്താണ്. ഐതരേയ ഉപനിഷത്ത് ഋഗ്വേദ ഉപനിഷത്താണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഉപനിഷത്ത് തൈത്തിരീയ ഉപനിഷത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന 5ാമത്തെ ഉപനിഷത്താണ്. 5ാമത്തെ മുഖ്യ ഉപനിഷത്താണ്. അതായത് മുഖ്യ ഉപനിഷത്തെന്ന് പേര് കേട്ടതിൽ ഒന്നാണ് തൈത്തിരീയ ഉപനിഷത്ത്. ഈ തൈത്തിരീയ ഉപനിഷത്ത് ഞാൻ പറഞ്ഞതുപോലെ കൃഷ്ണയജുർവേദത്തിലെ ഒരു ഉപനിഷത്താണ്. ആരണ്യകത്തിൽ നിന്നെടുത്തതാണ്. തൈത്തിരീയ ആരണ്യകം. അതിൻ്റെ അവസാനത്തെ 3 അധ്യായങ്ങളാണ് ഇത് ഉപനിഷത്തായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ കഠോപനിഷത്തിനെ പോലെ തന്നെ ഇതിൽ വല്ലികളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. വല്ലികളെ തന്നെയാണ് അധ്യായമായിട്ട് ഇവിടെ പറയുന്നത്. 3 വല്ലികളാണുള്ളത്. 3 അധ്യായങ്ങളായിട്ട് അതിനെ തിരിച്ചിരിക്കുന്നു. അതിൽ തന്നെ ഓരോ പാഠം, ലെസൺ, അത് അനുവാകം എന്ന പേരിൽ ഓരോ പാഠം, ഒരു വല്ലിയിൽ തന്നെ പല അനുവാകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അനുവാകം, അങ്ങനെ വല്ലികൾ, അതിൻ്റെ താഴെ അനുവാകം, പിന്നെ അതിൻ്റെ താഴെ വാക്യങ്ങൾ. അപ്പോൾ അത് ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു വാക്യത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 1, 6, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാം വല്ലിയിലെ 6ാം അനുവാകത്തിലെ 1ാം വാക്യം എന്നർത്ഥം. നീണ്ട വാക്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇനി ഈ കൃഷ്ണ യജുർവേദത്തിലെ ഉപനിഷത്തായതുകൊണ്ട് ഇതിൻ്റെ ശാന്തി മന്ത്രം എന്ന് പറയുന്നത് കഠോപനിഷത്തിൽ നാം കണ്ട ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ എന്നുള്ളതാണ്. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ മന്ത്രമാണ് ഈ കഠോപനിഷത്തിൽ ഉള്ളതുപോലെ തന്നെ ഇതിലും തൈത്തിരീയ ഉപനിഷത്തിലും കൊടുത്തിട്ടുള്ളത്. കാരണം രണ്ടും കൃഷ്ണയജുർവേദീയ ഉപനിഷത്തുകളാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. കാരണം ഇതിനകത്ത് ഈ തൈത്തിരീയ ഉപനിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില അനുവാദങ്ങളും അതിലെ ചില വാക്യങ്ങളുമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. എല്ലാം ഒന്നും വിശദമായിട്ട് നമ്മളിവിടെ പഠിക്കുന്നില്ല. വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് തന്നെ വളരെ പ്രധാനപ്പെട്ട മന്ത്രങ്ങളെ എല്ലാം എടുത്ത് കാണിക്കുന്ന രീതിയിൽ എൻ്റെ ഒരു പുസ്തകമുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും അത് ലഭ്യമാണ്. അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ വായിക്കാം. ഇംഗ്ലീഷിലുള്ളത് നിങ്ങൾക്ക് ബുക്കായിട്ട് വാങ്ങിക്കുന്നതാണ് നല്ലത്. മലയാളത്തിൽ വാങ്ങിച്ചാൽ ഏറ്റവും നല്ലത്. അത് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചതാണ്. ഈ 23-ൽ പ്രസിദ്ധീകരിച്ചതാണ്. പിന്നെ ഇംഗ്ലീഷിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുസ്തകം ഇംഗ്ലീഷിൽ അച്ചടിക്കുന്നത് വിദേശത്തായതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് അങ്ങോട്ട് അയച്ച് ഇവിടെ വരുന്നതിന് വില കൂടും. ആമസോണിലാണ് 2 പുസ്തകങ്ങളും ലഭ്യമാവുക. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ നമ്മൾ കണ്ടുവരുന്ന ഒഴുക്കിന് അനുസരിച്ചുള്ള മന്ത്രങ്ങൾ തിരഞ്ഞെടുത്താണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഈ ലോകത്തിൻ്റെ സാരം, പരമമായ സാരം, അല്ലെങ്കിൽ ലോകമുണ്ടായി വന്നത് ആത്മശക്തിയിൽ നിന്നാണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആത്മാവിൻ്റെ സ്ഥാനം നമ്മളുടെ ഹൃദയമാണ്. ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രക്തചംക്രമണത്തിൻ്റെ ഹൃദയമല്ല, ബോധ ഹൃദയമാണ്. അത് തലാമസ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന സ്വിച്ച് ബോർഡ് ഓഫ്
ഇൻഫർമേഷൻ എന്ന് വിശേഷണം നൽകപ്പെട്ടിട്ടുള്ള തലാമസ് എന്ന ബോധഹൃദയമാണ് നമ്മൾ അവിടെയാണ് ആത്മാവിരിക്കുന്നതെന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത്. ഉപനിഷത്തുകളിലെ സൂചനകൾ കൊണ്ടാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത്. അത് ആ രീതിയിൽ വേറെ ആചാര്യന്മാരാരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ആചാര്യന്മാർ പറയുന്നതിനപ്പുറത്തേക്ക് പോയി ഉള്ള ഒരു നിരീക്ഷണമാണ് എൻ്റേത്. അതിന് ഒരു തെളിവാണ് ഇവിടെ 1:6 എന്ന വാക്യത്തിൽ തൈത്തിരീയ ഉപനിഷത്ത് നൽകുന്നത്. 1:6 ഒന്നാം വല്ലിയിലെ 6-ാം അനുവാകത്തിലെ ഒന്നാം വാക്യമാണ്. ഈ വാക്യത്തിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അന്തർഹൃദയത്തിലാണ്, അന്തർഹൃദയത്തിലെ ആകാശത്തിലാണ് പുരുഷനിരിക്കുന്നത്. പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ്, ശരീരത്തോടു കൂടിയ ആത്മാവിനാണ് പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അന്തർഹൃദയത്തിലിരിക്കുന്ന പറഞ്ഞ് ആ അന്തർഹൃദയം എങ്ങനെയുള്ളതാണ്? അതാണ് ഇവിടെ പറയുന്നത്. അന്തരേണ താലുകേ യേഷ സ്തന ഇവ അവലംബതേ സ ഇന്ദ്രിയയോനി സ ഇന്ദ്രയോനി. അതാണ്. അതായത് ഒരു അന്തർഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൃദയം എങ്ങനെയുള്ളതാണ്, അതിൻ്റെ രൂപം എങ്ങനെയാണ്, അതിൻ്റെ രൂപത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് അണ്ണാക്ക്, നമ്മൾ വാ പിളർന്ന് അണ്ണാക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു 2 കവിളുകൾ തങ്ങൾ ചേരുന്നിടത്ത് ഒരു സാധനം, നാക്ക് പോലെ ഒരു സാധനം തൂങ്ങിക്കിടപ്പുണ്ട്. എല്ലാവർക്കും അറിയാം. വാ തുറന്ന് നോക്കി, കണ്ണാടിയിൽ വാ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും. സ്തനം പോലെ തൂങ്ങിക്കിടക്കുന്നത്. അതാണ് ഇതിനകത്ത് പറയുന്നത്. പുരുഷോ മനോമയ ഏഷ സ്തന ഇവ അവലംബതേ. സ്തനം പോലെ അവിടെ തൂങ്ങിക്കിടക്കുന്നവരാണ്. ഇത് രണ്ടും കൂടെ ഈ താലുക എന്ന് പറഞ്ഞാൽ അണ്ണാക്ക്, ഈ നടുക്ക് ഈ സ്തനവും ചേർന്ന ആകൃതിയാണ് ഏത് ഈ ബോധഹൃദയത്തിനുള്ളത്, അന്തർഹൃദയത്തിനുള്ളത് എന്നാണ് ഈ ഉപനിഷത്തിലെ 1:6 വാക്യം പറയുന്നത്. അതെന്താണ് അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈ ആധുനിക അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ഒരു ശരീരശാസ്ത്ര വിജ്ഞാനം അല്പം അറിഞ്ഞിരിക്കണം. ഈ തലാമസിൻ്റെ ആകൃതി അങ്ങനെയാണ്. 2 ചെറിയ മാംസകഷണങ്ങൾ വന്നിട്ട് നടുക്ക് ഒരല്പം നീണ്ട്, ഈ സ്തനം പോലെ അല്പം നീണ്ടുള്ള ഒരു അവസ്ഥ. അതായത് ഇംഗ്ലീഷിൽ ഈന്ന് ഇങ്ങനെ വളച്ചെഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലുള്ള ഈ നടുക്കുള്ള ഒരു ചെറിയ വരയും മറ്റ് 2 അറ്റത്തും 2 അതുപോലുള്ള ഒരു ആകൃതിയാണ് ഈ തലാമസിനുള്ളത്. അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ തലാമസിൻ്റെ സ്ഥാനവും നിങ്ങൾക്ക് മനസ്സിലാകും, അതിൻ്റെ സവിശേഷതകളും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. തലാമസ് എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാകും. അതിൻ്റെ ഒരു വിവരണമാണ് ഈ തൈത്തിരീയ ഉപനിഷത്ത് ഇവിടെ നൽകുന്നത്. അതിന് അവർ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ നോക്കണം. ഏറ്റവും മനുഷ്യർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിട്ട് അത് താലുകങ്ങളുടെ, അതായത് ഈ അണ്ണാക്കിൻ്റെ, അതായത് ഈ നമ്മളുടെ ഇതിൻ്റെ എല്ലാം ഇത് രണ്ടും കൂടെ ചേരുന്നിടത്ത് സ്തനം പോലെ നിൽക്കുന്ന എങ്ങനെയുണ്ടോ അതുപോലുള്ള ഒരു ആകൃതിയിലുള്ള അതാണ് അന്തർഹൃദയം എന്ന് പറയുന്നത്. എത്ര കൃത്യമായിട്ടാണ് അവരത് വിവരിച്ചു വച്ചിരിക്കുന്നത് നോക്കണം. ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേറെ പല കാര്യങ്ങളും ഊഹിച്ചെടുക്കാൻ പറ്റും. കാരണം ഇതിപ്പോൾ ഇതിനകത്ത് അതിൽ നിന്നൊരു നേർവര വന്നു കഴിഞ്ഞാൽ ഈ പുരികത്തിൻ്റെ നടുക്കാണ് വന്ന് ചേരുന്നത്. അതിൽ നിന്ന് പുരികത്തിൻ്റെ അടുക്കൂടെ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്തനം പോലെ ഇരിക്കുന്ന സംഗതിയിലാണ് ചെന്ന് ചേരുന്നത്. എന്താണ് അവിടെ ഉള്ളത്? അവിടെ ആത്മാവിൻ്റെ സ്ഥാനമാണ്, ആത്മശക്തിയുടെ കേന്ദ്രമാണ്, പ്രവർത്തന കേന്ദ്രമാണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് പോലെ സെൻറ്റർ ഓഫ് കോൺഷ്യസ്നെസ് ആണ് അത്. ആ പോയിൻ്റ് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളുടെ കണ്ണുകൾ ഇവിടെ കേന്ദ്രീകരിക്കണം. ഫ്രൂക്കളുടെ മധ്യേ, അതായത് പുരികങ്ങളുടെ മധ്യേ കേന്ദ്രീകരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. അതിലെ നേരെ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ആത്മശക്തിയുടെ പ്രകാശമാണ്.
അതുകൊണ്ടാണ് അവിടെ കേന്ദ്രീകരിക്കണമെന്ന് പറയുന്നത്. ഇനി വേറൊന്നുകൂടിയുണ്ട്. നമ്മുടെ ഈ ശിവൻ ശൂലവുമായിട്ട് നടക്കുന്നില്ലേ? ശൂലത്തിൻ്റെ ഒരു ശൂലം, നമ്മൾ ഈ ശൂലമായിട്ട് കാണുമ്പോൾ ഈ തലാമസിനെ ഒരു കുറച്ചുകൂടെ പരിഷ്കരിച്ചെടുത്ത ഒരു സാധനമാണ് ഈ ശൂലം. അപ്പോൾ ഈ ശൂലത്തെ കൊണ്ട് അദ്ദേഹം വിനാശം വരുത്തുന്നു. വിനാശം വരുത്തുക എന്ന് പറഞ്ഞാൽ ദേവനെ തന്നെ കൊന്ന് ഭസ്മമാക്കിയ ആളാണ്. ഈ കണ്ണ് തുറന്നിട്ട്, വിജ്ഞാനത്തിൻ്റെ ഈ കണ്ണ് തുറന്നിട്ട്, ഈ ജ്ഞാനത്തിൻ്റെ കണ്ണ് തുറന്നിട്ട് ആണ് കാമങ്ങളെ നശിപ്പിച്ചു. കാമങ്ങളെ എന്ന് പറഞ്ഞാൽ കാമദേവനെ തന്നെ നശിപ്പിച്ചു. എത്ര സുന്ദരമായ സങ്കല്പമാണെന്ന് ആലോചിച്ച് നോക്കുക. എല്ലാം ഈ ഐതിഹ്യങ്ങളിൽ കൂടെ സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് വിതരണം ചെയ്യപ്പെടുകയാണ് ഈ സത്യങ്ങളെല്ലാം. ഈ അറിവിൻ്റെ ഈ മഹാബിന്ദുക്കളെല്ലാം നമ്മളുടെ ഹൃദയത്തിലേക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ പൗരാണികർ. നമ്മൾ അതിനെയൊക്കെ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ ഗതികേടും നമ്മളുടെ പിടിപ്പില്ലായ്മയും എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതാണ്, അതായത് ഞാൻ ഈ 1:6 എന്ന വാക്യം ഞാൻ എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തെപ്പറ്റി പറയുന്നു. ഹൃദയത്തിൻ്റെ ആകൃതി അത് വിവരിക്കുന്നു. ഇനി ഹൃദയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രശ്നോപനിഷത്തിൽ വരും, അപ്പോൾ പറയാം. ഇതാണ് ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് കൂടുതലുമായിട്ട് പഠിക്കാനുള്ളത്, കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ളത്. ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയുന്ന ഓം സത്യം വധ ധർമ്മം ചര, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ വാക്യങ്ങൾ സത്യം വധ ധർമ്മം ചര, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ എവിടുന്ന് വന്നാണെന്ന് അറിയാമോ? ഈ ഉപനിഷത്തിൽ നിന്ന് എടുത്തതാണ്. ഈ ഉപനിഷത്തിൽ ഒന്നാം വല്ലിയിലെ 11ാം അനുവാകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. 1:11 അതിൽ 1, 2, 3 അങ്ങനെ പോകുന്നു. ആ 11ാം അനുവാകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ വളരെ പ്രശസ്തമായിട്ടുള്ള ഈ ഉപദേശങ്ങൾ. ഇങ്ങനെ ഉപദേശ രീതിയിൽ ഒരു ഉപനിഷത്ത് പാഠങ്ങൾ നൽകുന്നത് തൈത്തിരീയോപനിഷത്താണ്. അതിന് പ്രധാനമല്ല, അതാണ് ഏക ഉപനിഷത്താണെന്ന് നമ്മൾ കാണുന്നത്. ഇനി അത് എപ്പോഴാണ് നമ്മുടെ ഈ ഉപദേശങ്ങൾ നൽകുന്നത്? വേദങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന അന്തേവാസികളെ, അതായത് സ്വന്തം ശിഷ്യന്മാരെ ആചാര്യർ ഉപദേശിക്കുകയാണ്. ഹേയ് സത്യം വദ, നീ സത്യം പറയണം. ധർമ്മം ചര, നീ ചെയ്യുന്നത് ധർമ്മമായിരിക്കണം. സ്വാധ്യായാന്മ പ്രബന്ധ എന്ന് വെച്ചാൽ സ്വാധ്യായം, നീ ഇവിടുന്ന് പോയാലും ഇതെല്ലാം മടക്കി കെട്ടി എവിടെയെങ്കിലും വെക്കരുത്. നീ അത് തുടരണം, അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല. പിന്നെയും പറയുന്നുണ്ട്, നീ ആചാര്യന്മാർക്ക് വേണ്ട ഗുരുദക്ഷിണയ്ക്ക് വേണ്ട വക സംഭരിച്ചതിന് ശേഷം നിൻ്റെ കാര്യം നോക്കണം. നീ ഒരു കുടുംബത്തെ ഉണ്ടാക്കണം, നിനക്ക് അനന്തരാവകാശികളുണ്ടാവും, മക്കളും കുടുംബമൊക്കെ ആയിട്ട് നീ കഴിയണം. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. ഇതെല്ലാം ചെയ്യുമ്പോഴും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. സത്യാന്ന പ്രമദിതവ്യം, ധർമാന്ന പ്രമദിതവ്യം, ധർമാത് ന പ്രമദിതവ്യം എന്നർത്ഥം. എന്നുവെച്ചാൽ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. കുശലാന്ന പ്രമദിതവ്യം എന്ന് വെച്ച് നിൻ്റെ കുശലത്തിന് വേണ്ടി, നിൻ്റെ സന്തോഷപ്രദമായ ജീവിതത്തിന് വേണ്ടി നീ എല്ലാം ചെയ്യണം. അതിൽ നിന്നും വ്യതിചലിക്കേണ്ട കാര്യമില്ല. ഐശ്വര്യങ്ങളുണ്ടാകും. ഭൂത്യായി ന പ്രമദിതവ്യം എന്നുവെച്ചാൽ നിനക്ക് സമ്പാദ്യം ഉണ്ടാകുന്നത്, അതായത് നിനക്ക് ഐശ്വര്യം ഉണ്ടാക്കുന്നതിൽ നിന്ന് നീ പിന്മാറേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം ഇട്ടെറിഞ്ഞിട്ട് സന്യാസം, ഇനിയിപ്പോൾ അങ്ങോട്ട് വിദ്യാഭ്യാസം അല്ലെങ്കിൽ എല്ലാം കളഞ്ഞ് വല്ലവരുടെയും എടുത്ത് കൈ നീട്ടി ജീവിക്കാം എന്നൊന്നും നീ വിചാരിക്കരുത്. ഇതാണ് ആചാര്യന്മാർ ശിഷ്യന്മാരോട് പറഞ്ഞു വിടുന്നത്. അതായത് ഒരു കൺവക്കേഷൻ അഡ്രസ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ശിഷ്യന്മാർ. മാതൃദേവോ ഭവ, അവിടെയാണ് അടുത്തത് 1:11-2. അതായത് 11ാം അനുവാകത്തിലെ 2ാം വാക്യം പറയാണ്, മാതൃദേവോ ഭവ, നിനക്ക് മാതാവ് ദേവനായിരിക്കെ ദേവതയായിരിക്കട്ടെ.
എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. പിതൃദേവോ ഭവ, പിതാവും ദേവനായിരിക്കട്ടെ. ദൈവിക ശക്തി ബഹുമാനം അർഹിക്കുന്ന ആളായിരിക്കട്ടെ. ആചാര്യദേവോ ഭവ, ആചാര്യനും അതുപോലെ ആയിരിക്കട്ടെ. അതിഥി ദേവോ ഭവ, അതിഥിക്ക് എന്താണ് പ്രത്യേകത? അദ്ദേഹം നമ്മളുടെ വീട്ടിലേക്ക് വന്ന് കയറുന്ന ഒരാളാണ്. അയാളെ നിന്ദിക്കരുത്, പുച്ഛിക്കരുത്, ആട്ടി ഓടിക്കുകയും ചെയ്യരുത്. അയാളെയും വളരെ ഭക്തി പുരസ്സരം നമ്മൾ പരിചരിക്കണം, അയാൾ സ്വീകരിക്കണം. ഇതാണ് ആ വലുപ്പം നോക്കണം, മനുഷ്യൻ്റെ ചിന്തയുടെ ഒരു വലുപ്പം നോക്കണം. അതാണ് അതിഥി ദേവോ ഭവ. പിന്നെ പറയുന്ന ഒരു വലിയ സത്യം, അത് ആ ഉപദേശം ഈ അവസാനം ഗീതയുടെ അവസാനം ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്നുണ്ട്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു തന്ന്, ഇത്രയും ഉപദേശങ്ങളൊക്കെ, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ ഇതിനെയെല്ലാം വിമർശിച്ചിട്ട് വേണ്ടതുപോലെ ചെയ്യുക, അതാണ് പറയുന്നത്. അല്ലാതെ നീ ഇതുപോലെ ചെയ്യുക എന്നുള്ള ഒരു നിർബന്ധമൊന്നുമല്ല. അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഇതാണ്. യാനി അനവദ്യാനി കർമാണി താനി സേവിതവ്യാനി നോ ഇതരാണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഞങ്ങളുടെ കർമ്മങ്ങളിൽ തെറ്റില്ലാത്തത് എന്തൊക്കെയുണ്ടോ അത് മാത്രം നീ അനുവർത്തിക്കുക. തെറ്റുള്ളതൊന്നും, തെറ്റായ കർമ്മങ്ങളോ ഞങ്ങൾ ചെയ്ത തെറ്റായ കാര്യങ്ങളൊന്നും നീ പിന്തുടരരുത്. അതാണ് യാനി അസ്മാകം സുചരിതാനി. അതുപോലെ ഞങ്ങളുടെ പെരുമാറ്റങ്ങളിൽ, ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ, ഞങ്ങൾ പെരുമാറ്റങ്ങളിൽ ത്വയോ ഉപാസ്യാനി, അതിനെ മാത്രം, ഏതാണ്, സുചരിതങ്ങളെ മാത്രം, നല്ല പ്രവർത്തനങ്ങളെ മാത്രം നീ പിന്തുടരുക, മറ്റൊന്നിനെയും പിന്തുടരാൻ പാടില്ല. എത്ര സുന്ദരമായിട്ടുള്ള, അതായത് ആചാര്യൻ്റെ പിന്നാലെ പോയി ആചാര്യൻ പറയുന്നതെല്ലാം വെട്ടി വിഴുങ്ങി ആചാര്യൻ്റെ പിന്നാലെ പോയി ആചാര്യൻ വലത്തോട്ട് തിരിഞ്ഞാൽ എല്ലാവരും വലത്തോട്ട്, ആചാര്യൻ ഇടത്തോട്ട് തിരിഞ്ഞാൽ എല്ലാവരും ഇടത്തോട്ട്, ആചാര്യൻ മധുരമില്ലെന്ന് പറഞ്ഞാൽ ആർക്കും മധുരമില്ല. ഈ രീതിയിലല്ല വേണ്ടത്. നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ, ആചാര്യൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അതിനെ നീ പിന്തുടരരുത്, ആചാര്യൻ ചെയ്യുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അതിനെ നീ പിന്തുടരരുത്. അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. എത്ര മഹത്തായ ഉപദേശങ്ങളാണ്. എത്ര മഹാന്മാരായ ഗുരുക്കന്മാരായിരുന്നവരൊന്ന് ആലോചിക്കണം. ഒരു നിർബന്ധവുമില്ല, ഇങ്ങനെ ചെയ്തിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അവനവൻ്റെ വില്ലിന് ഫ്രീ വില്ലാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഹിന്ദു ആത്മീയ ദർശനങ്ങൾ നൽകുന്നത്. അല്ലാതെ ഹിന്ദുക്കൾ ആചാര്യന്മാരുടെ ദൈവത്തിൻ്റെ പോലും അടിമകളല്ല. ആ ഒരു തൻ്റെ ഇടത്തോടുകൂടി, ആ തലയെടുപ്പോടുകൂടി, ആ ആത്മബോധത്തോടുകൂടി, ആത്മാഭിമാനത്തോടു കൂടി വേണം ഹിന്ദുക്കൾ വർത്തിക്കാൻ, പ്രവർത്തിക്കാൻ, ചിന്തിക്കാൻ. അതാണ് എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്. ഇനി നിനക്ക് നീ ഇതിനകത്ത് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് 11:3 നീ എന്തെങ്കിലും ദാനം ചെയ്യുമ്പോൾ വളരെ ഭക്തിയോടുകൂടി കൊടുക്കണം, അല്ലാതെ അശ്രദ്ധയോടുകൂടി. അശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഭക്തി എന്നുള്ളതാണ്, ആ ഭക്തി ഇല്ലായ്മ എന്നുള്ളതാണ്. ശ്രീയാദേയം എന്ന് വെച്ചാൽ നിൻ്റെ ശ്രീക്കനുസരിച്ച്, അതായത് നിനക്ക് കൊടുക്കാൻ എത്ര കപ്പാസിറ്റി ഉണ്ട് അതിനനുസരിച്ച് കൊടുത്താൽ മതി, അതിൽ കൂടുതലൊന്നും കൊടുക്കേണ്ട. ഹ്രിയാദേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വലിയൊരു കാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചെയ്യരുത്. വളരെ എളിമയോടുകൂടി തൻ്റെ കടമയാണ്, എനിക്കിത് ചെയ്യാനൊരു അവസരം കിട്ടി, ആ രീതിയിൽ വേണം ചെയ്യാൻ. മറ്റുള്ളവർ കാണണമെന്ന് കരുതി ചെയ്യാൻ പാടില്ല, ഭീതിയോടുകൂടി ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യരുത്. അതുപോലെ തന്നെ നീ സമ്പാദിച്ച സ്വത്തുക്കളിൽ നിന്ന് വേണം നീ ചെയ്യാൻ. അല്ലാതെ നീ എവിടെന്നെങ്കിലും വലിച്ചു കൂട്ടി കട്ടും മോട്ടിച്ചും കൊണ്ടുവന്നതിനകത്ത് എനിക്ക് പൈസ ഉണ്ട് എന്നാൽ ഞാൻ കുറേ കൊടുത്തു കളയാമെന്ന് വിചാരിക്കരുത്. അതല്ല ചെയ്യേണ്ടത്. പിന്നെ നിനക്ക് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയമുണ്ടായാൽ ഞങ്ങളെപ്പോലെ ഉള്ള ആൾക്കാർ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ കാര്യങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ട്
അവരെന്ത് പറയുന്നു എന്ന് കേട്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അതാണ് നിങ്ങൾക്ക്, അതായത് നിനക്ക് അറിഞ്ഞുകൂടാമെങ്കിൽ നീ അതാണ് ചെയ്യേണ്ടത്. ഇതാണ് ഇതിനകത്ത് പറയുന്ന ഈ ഉപദേശം. ഗുരുക്കന്മാർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആശ്രമത്തിൽ നിന്ന് പോകുന്ന ശിഷ്യന്മാർക്ക് നൽകുന്ന ഉപദേശമാണ്. ഈ ഉപദേശം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടാവുമല്ലോ. വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ തന്നെയാണിത്. അതെല്ലാവരും ജീവിതത്തിൽ പാലിക്കേണ്ടതാണ്. ഇനി അടുത്ത വല്ലി, രണ്ടാമത്തെ വല്ലി ബ്രഹ്മവല്ലി എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ വല്ലി ശിക്ഷാവല്ലി എന്നാണ്. ശിക്ഷയെ സംബന്ധിച്ചാണ്. ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാംഗങ്ങളിൽ ഒരു ശിക്ഷയുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വേദം ചൊല്ലുമ്പോൾ എങ്ങനെയൊക്കെ ചൊല്ലണം, എവിടെയൊക്കെ നിർത്തുവേണം, ആ രീതിയിൽ എവിടെയൊക്കെ നീട്ടിപ്പറയണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിനെ കുറിച്ച്, അതായത് സ്വരം, വർണ്ണം, അതുപോലെ സന്ധി, ഇതെല്ലാം എങ്ങനെയാണ് വരേണ്ടത്, ചൊല്ലേണ്ടത് എന്ന് പറയുന്നതാണ് ആ ശിക്ഷ, വേദാംഗമായ ശിക്ഷ എന്ന് പറയുന്നത്. ഇവിടെ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭ്യാസം, അതായത് വിദ്യ കൊടുക്കുന്നതിനും ശിക്ഷ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ടും വന്നിട്ടുണ്ട് ആദ്യ അധ്യായത്തിൽ. അതിൻ്റെ ഉള്ളടക്കം കേട്ടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണും. ഇനി രണ്ടാം വല്ലി ബ്രഹ്മവല്ലി എന്നാണ്. ബ്രഹ്മത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മത്തെ അറിയുന്നവൻ ആപ്നോതി പരം, അവന് ഏറ്റവും പരമമായതിനെ അവൻ പ്രാപിക്കും. പിന്നെ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ. സത്യം, ജ്ഞാനം, അനന്തം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആത്മാവ് എന്താണ്? സത്ത്, ചിത്ത്, ആനന്ദം. സത്തിൻ്റെ പ്രകടനമാണ് സത്യം. അത് നമ്മൾ നേരത്തെ കണ്ടു. സത്യം എന്താണെന്നുള്ളതും നമ്മളിനി ബൃഹദാരണ്യോപനിഷത്തിൽ ഒരു സൂചന നമ്മൾ കണ്ടു. അതായത് സത്യനാൽ നിലനിർത്തപ്പെടുന്ന അസത്താണ് സത്യം. അതിനെക്കുറിച്ച് അങ്ങനെ നമ്മളൊരെണ്ണം കണ്ട്, അത് കൂടുതൽ വിശദമായിട്ട് ചാന്തോക്യോപനിഷത്തിൽ വരുന്നുണ്ട്. അതായത് സാമവേദത്തിലെ ഉപനിഷത്ത് ചാന്തോക്യോപനിഷത്തിൽ വരുന്നുണ്ട്. അത് നമ്മൾ വിശദമായിട്ട് കാണും. എന്തായാലും ബ്രഹ്മവും ആത്മാവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ആത്മാവ് സത്ത്, ചിത്ത്, ആനന്ദമാകുമ്പോൾ ബ്രഹ്മം സത്യം, ജ്ഞാനം, ആനന്ദം. അപ്പോൾ അത് അങ്ങനെ പറയാൻ കരുതുന്നത്, സത്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഈ പ്രകടിത ഭാവമാണ്. സത്തിൻ്റെ പ്രകടിത ഭാവമാണ് സത്യം. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധത്തിൻ്റെ പ്രകടിത ഭാവമാണ്. അപ്പോൾ അനന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തമായതിലാണ് ആനന്ദമിരിക്കുന്നതെന്നാണ് ഇതിനകത്ത്. അനന്തമായതിലാണ് ആനന്ദമിരിക്കുന്നതെന്ന് ചാന്തോക്യോപനിഷത്തിൽ പറയുന്നുണ്ട്. അത് നമ്മൾ 7:23:1 7:24:1 എന്നുള്ളതാണ് എൻ്റെ നമ്പർ. അതാണ്. അപ്പോൾ അത് നമ്മൾ ചാന്തോക്യോപനിഷത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അനന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദത്തിൻ്റെ പ്രകടിത ഭാവമാണ്. അപ്പം ആത്മാവിൻ്റെ പ്രകടിത ഭാവമാണ് ബ്രഹ്മം എന്ന് വരുന്നു. അതാണ് ഇവിടെ സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ. ബ്രഹ്മത്തെ അറിയുന്നവൻ പരമമായതിനെ പ്രാപിക്കാൻ, അവനെല്ലാം കിട്ടി എന്നർത്ഥം. ഇനി അതിനപ്പുറത്തേക്ക് ഒന്നും അറിയാനില്ല എന്നർത്ഥം. ഇനി ഈ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പ്രഥമമായിട്ട് നമുക്കറിയാം അത് അന്നമയമായിട്ടുള്ളതാണ്. ഇനി അന്നമയം എന്നുള്ളത് എന്താണെന്ന്, അന്നം കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ വിശദീകരണങ്ങളുണ്ട്. പക്ഷേ ഈ ഉപനിഷത്തിൽ ഇപ്പം പറയുന്നതിനനുസരിച്ച് നമ്മൾ അത്രയും വലിയ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്നാലും ഒരു കാര്യം സൂചിപ്പിക്കാം. നമ്മൾ ഒരു ഏകകോശ ജീവിയായിട്ടാണ് ജനിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതായത് അണ്ഡവും ബീജവും തമ്മിൽ സംയോജിച്ച് ഏകകോശം ഉണ്ടാകുന്നു. അതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളിയിൽ നിന്ന് പോഷണം കിട്ടുന്നവരെ നിലനിൽക്കാനുള്ള അന്നം ഉണ്ടായിരിക്കും. പിന്നെ ഈ ജീവിയെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങളുണ്ടായിരിക്കും. പിന്നെ ഇതിനെയെല്ലാം പ്രവർത്തിപ്പിക്കാൻ തക്കവണ്ണമുള്ള ബോധവും ഉണ്ടാകും. ഇത് മൂന്നുമാണ്
ഈ ഈ ഏകകോശത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് എങ്ങനെ ഈ ജീവി വളർന്ന് കൈ എങ്ങനെ ഉണ്ടാകണം, കാലെങ്ങനെ ഉണ്ടാകണം, അത് ആ ജീവിക്ക് പർട്ടിക്കുലറായിട്ടുള്ള ഒരു വിവരങ്ങളായിരിക്കും. അതെല്ലാം ഈ ഒറ്റ കോശത്തിൽ അടങ്ങിയിട്ടുണ്ടാവും. പിന്നെ അതാണ് നമ്മൾ ശരിക്ക്. ഇനി അതിൻ്റെ പ്രകടനമാണ് പിന്നീട് വരുന്നത്. അത് അന്നം സ്വീകരിച്ച് പെതുക്കെ വളർന്ന് പിന്നെ 10 മാസം ആകുമ്പോൾ നമ്മൾ വെളിയിലേക്ക് വന്നു, പിന്നെ ആഹാരം സ്വീകരിച്ചു. പിന്നെ അപ്പോൾ അന്നമാണ് നമ്മളെ ഈ രീതിയിലാക്കിയിരിക്കുന്നത്. നമ്മുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കോശത്തിൽ നമുക്ക് വേണ്ട ഈ ജീനോം സ്ട്രക്ചർ, ആ ജീനോം ഇൻഫർമേഷൻ, പിന്നെ അന്നം, പിന്നെ ബോധം. ഇത് ഇത്രയാണ് നമ്മളുടെ ആ അടിത്തറയിലാണ് നമ്മൾ സ്വയം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അന്നം ആണ് നമ്മുടെ പ്രാഥമികമായിട്ട് ഈ ശരീരത്തിൻ്റെ പ്രാഥമിക രൂപം എന്ന് പറഞ്ഞാൽ അന്നത്തിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് ഈ ശരീരത്തിന് അതായത് ഏറ്റവും ബാഹ്യമായിട്ടുള്ള ഈ ഭാഗത്തിന്, നമ്മളുടെ ഭാഗത്തിന് അന്നരസമയ കോശം എന്നാണ്. അതൊരു സഞ്ചി പോലെയാണ്. ഈ കോശത്തിനുള്ളിലാണ് ബാക്കി എല്ലാം ഇട്ടിരിക്കുന്നത്. അന്നരസമയ കോശം. അങ്ങനെ 5 കോശങ്ങളുണ്ടെന്നാണ് ഈ ഉപനിഷത്ത് പറയുന്നത്. ഏറ്റവും പുറമേ ഉള്ള കോശമാണ് ഇത്, അന്നരസമയ കോശം. പിന്നെ അതിനുള്ളിൽ ഈ അന്നരസമയ കോശം മാത്രം പോലും, ഇതിനെ ജീവിപ്പിക്കണ്ടേ, അതിന് പ്രാണൻ്റെ ഒരു കോശമുണ്ട്. അപ്പോൾ ഈ അന്നരസമയമായ കോശത്തിൻ്റെ അന്നരസമയമായ സഞ്ചിയുടെ എല്ലാ ഭാഗത്തും അടങ്ങിയിരിക്കുന്ന ഒരെണ്ണമാണ് പ്രാണൻ, പ്രാണമയ കോശം. അപ്പോൾ മുഴുവൻ ഇത് പൂരിതമായിരിക്കും. ഈ അന്നരസമയ കോശത്തിൽ അല്ലെങ്കിൽ ആ സഞ്ചിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് പ്രാണനും. അപ്പം പ്രാണമയ കോശം അതാണ്. മറ്റേ ഉള്ളിൽ നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റത്തില്ല. അതിന് കോൺസെൻട്രിക് ആയിട്ടുള്ള ഒരെണ്ണമാണെന്ന് നമുക്ക് പറയാം. ഇനി പ്രാണമയ കോശം എന്നിട്ട് അതിനകത്തുള്ളതാണ് മനോമയ കോശം. പ്രാണം കഴിഞ്ഞാൽ പിന്നെ മനസ്സാണ്, ചിന്തിക്കാനും ഇതിനൊക്കെയുള്ള കാര്യങ്ങൾ. മനോമയ കോശം, മനോമയ കോശത്തിന് അപ്പുറം മനോമയമായ മനസ്സെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനും പ്രകടിപ്പിക്കാനുമുള്ള ഒരു ശക്തിയാണല്ലോ, ഒരു ഉപാധിയാണല്ലോ. അതിനുശേഷം അതിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ളതാണ് ആ മനസ്സുകൊണ്ട് നേടുന്ന ഒരു കാര്യം വിജ്ഞാനം, വിജ്ഞാനമയ കോശം എന്നാണ് അതിനും ആന്തരികമായിട്ട് പറയുന്നത്. ഏറ്റവും ആന്തരികമായിട്ടുള്ള കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദമയ കോശം. ഇതിൽ നിന്നെല്ലാം നമ്മൾ നേടുന്നതെന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. അതാണ് നമ്മുടെ പരമാവധി, നമ്മുടെ ലക്ഷ്യം അതാണ്, ആനന്ദം നേടുക, ജീവിതത്തിൽ ആനന്ദം നേടുക. ജീവിക്കുന്നത് തന്നെയെന്ന് പറഞ്ഞാൽ ആനന്ദത്തിന് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത്. ആനന്ദത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഓരോ ലക്ഷ്യങ്ങളിപ്പം ജോലി നേടണമെന്നോ, കല്യാണം കഴിക്കണമെന്നോ, അല്ലെങ്കിൽ മക്കളെ ഇന്ന രീതിയിൽ പഠിപ്പിക്കണമെന്നോ, കെട്ടിച്ചു വിടണമെന്നോ, അങ്ങനെയൊക്കെയുള്ള ഏത് ആഗ്രഹവും നമ്മളെടുത്തു. അതിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ആനന്ദമാണ്. അതാണ് ആനന്ദമയ കോശമാണ് നമ്മുടെ ഏറ്റവും ആന്തരികമായിട്ടുള്ള അംശം, ആന്തരികമായിട്ടുള്ള ഭാവം. അതാണ് ആനന്ദമയ കോശം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 5 കോശങ്ങളാൽ നിർമ്മിതമാണ് നമ്മളുടെ ഈ ശരീരം. അന്നരസമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, അവസാനം ഏറ്റവും ആന്തരികമായിട്ടുള്ളത് ആനന്ദമയ കോശം. ഇതാണ് ഈ ഉപനിഷത്ത് പറയുന്ന ഒരു കാര്യം. ഇനി അടുത്തത്, ഈ വല്ലി ഇതോടുകൂടി തീരുന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൃഗുവല്ലി എന്നാണ് പറയുന്നത്. ഭൃഗുവല്ലി എന്ന് പറഞ്ഞാൽ എന്താണ് ഭൃഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ വരുണൻ്റെ മകനാണ് ഭൃഗു. അപ്പോൾ വരുണൻ മകനോട് ബ്രഹ്മത്തെക്കുറിച്ചൊക്കെ പറയും. എന്നിട്ട് നീ ഇതൊക്കെ പോയി തപസ് ചെയ്ത് ഇതൊക്കെ മനസ്സിലാക്കണം. അല്ലേ, അവൻ വന്ന് ചോദിക്കും, അച്ഛാ എന്താണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്, അതെന്നെ പഠിപ്പിക്കണം എനിക്കത് മനസ്സിലാക്കി തരണമല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, ഇത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യതോ വാ ഇമാനി ഭൂതാനി ജായന്തെ യേന ജാതാനി ജീവന്തി യത് പ്രേത്യ അഭിസംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മ ഇതി. അപ്പോൾ ഇത്രയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ബ്രഹ്മത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ്റെയൊക്കെ പറഞ്ഞത് യതോ വാ ഇമാനി
ഭൂതാനി ജായന്തേ, ഏതിൽ നിന്നാണോ ഈ ഭൂതങ്ങളെല്ലാം ഉത്ഭവിച്ചു വരുന്നത്, അവതരിപ്പിക്കപ്പെടുന്നത്, ഏന ജാതാനി ജീവന്തി, ഈ ജനിച്ചവയെല്ലാം ഏതിനാലാണോ ജീവിക്കുന്നത്, ഏത് ശക്തിയാലാണോ ജീവിക്കുന്നത്, യത് പ്രയത്യ അഭിസംവിശന്തി, ഇത് ഇവിടുന്ന് ഈ വ്യക്തി ഇല്ലാതായി കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെയാണ് ചെന്ന് ചേരുന്നത്? ബ്രഹ്മത്തിൽ പോയി ലയിക്കുകയാണെന്നുള്ളത് ആണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം. ഏതിലാണോ ലയിക്കുന്നത് പിന്നെ അതാണ് ബ്രഹ്മം, അതിനെ അറിയണം. ഭൂതങ്ങൾ ഏതിൽ നിന്നുണ്ടാകുന്നുവോ, ഏതിൽ ജീവിക്കുന്നുവോ, അവസാനം ഏതിൽ ചെന്ന് ചേരുന്നുവോ അതാണ് ബ്രഹ്മം. അതിനെക്കുറിച്ച് നീ പഠിക്കൂ ഭൃഗു എന്ന് ഭൃഗുവിനോട് പറയുകയാണ്. അപ്പോൾ ഭൃഗു ആദ്യം പോകും. അത് നോക്കുമ്പോൾ വല്ലതും തിന്നാലല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഭൃഗു പറയും, ഓ ഇത് അന്നരസമാണ് ബ്രഹ്മം എന്ന് പറയും. അവൻ തന്തയ്ക്ക് ഇഷ്ടമാകത്തില്ല. തന്ത പറയും, നീ പോയി തപസ് ചെയ്ത് കണ്ടുപിടിക്കുക, ഇതൊന്നും അല്ല എന്ന് പറയും. അവൻ വീണ്ടും അവൻ പോയി. അങ്ങനെ പിന്നെ പ്രാണനല്ലേ എല്ലാത്തിനെയും നിലനിർത്തുന്നത്, അങ്ങനെയുള്ള ചിന്ത അവന് വരും. അപ്പോൾ ഇതിനെയെല്ലാം കണ്ട് അവസാനം അന്നരസമയ കോശം പോയി കഴിഞ്ഞ്, അതായത് ഏറ്റവും പുറമേയുള്ള ആ എന്താണ് അതിന് പറയുന്നത്, നമ്മളൊരു പാട ലെയർ, ഒരു ലെയർ കണ്ട് അത് തുറന്ന് അതാണ് ആദ്യം അവൻ കണ്ടത്, അന്നരസമയ കോശം. പിന്നെ ഭൃഗു കാണുന്നതെന്ന് പറഞ്ഞാൽ പ്രാണമയ കോശമാണ്. അതും പോരാ, അച്ഛൻ അതും കൊണ്ട് തൃപ്തിയായില്ല. പിന്നെ അങ്ങനെ മനോമയ കോശത്തിലെത്തുന്നു, പിന്നെ വിജ്ഞാനമയ കോശത്തിലെത്തുന്നു, പിന്നെ അവസാനം ഭൃഗു ചെന്നെത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തുന്നു. അവൻ മനസ്സിലായി ആനന്ദമയ കോശം എത്തുന്നു. ആനന്ദമാണിതെല്ലാം, ആനന്ദമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനന്ദത്താലാണ് ഇതെല്ലാം നയിക്കപ്പെടുന്നത്. എല്ലാ ജീവികളും നയിക്കപ്പെടുന്നത് ആനന്ദത്താലാണ്, ആനന്ദത്തിനായിട്ടാണ്. അതാണ് ആന്തരികമായിട്ടുള്ള ഏറ്റവും പരമമായിട്ടുള്ള പ്രേരക ശക്തി എന്ന് പറയുന്നത് ഈ ആനന്ദമെന്ന വികാരമാണ്. അത് നേടുന്നതിന് വേണ്ടിയാണ്. ഇത് ബൃഹദാരണ്യ ഉപനിഷത്തിലും ചൂണ്ടിക്കാണിച്ചുള്ളൂ. നമ്മളിപ്പം ഒരാളെ സ്നേഹിക്കുന്നത് അത് അയാൾക്ക് വേണ്ടിയല്ല എന്ന് യാജ്ഞവൽക്യൻ ഭാര്യയോട് പറയുന്നുണ്ട്, മൈത്രേയിയോട് പറയുന്നുണ്ട്. ഇത് അല്ല, ഒരാൾ ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയല്ല, അതുപോലെ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഭർത്താവിന് വേണ്ടി, ആത്മാവിന് വേണ്ടി, എന്ന് വെച്ചാൽ സത്ത് ചിത്ത് ആനന്ദത്തിന് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ തനിക്ക് നിലനിൽക്കണം, തനിക്ക് കാര്യങ്ങൾ പറയാനും പ്രകടിപ്പിക്കാനുമുള്ള ഇത് ആവശ്യത്തിന് വേണ്ടിയാണ്. അതിൽ തനിക്ക് ആനന്ദം കിട്ടും. അവസാനമായിട്ട് പറയുന്ന പറഞ്ഞാൽ തനിക്ക് ആനന്ദം കിട്ടുമെന്നുള്ളതാണ്, തനിക്കത് ആനന്ദം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് അയാൾ അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ മരിച്ചു പോയിരിക്കും, അയ്യോ ഇനി ഞാൻ ആരാണിനി എന്നെ നോക്കുന്നത്, എനിക്ക് ആരാണൊരാശ്രയം എന്ന് പറഞ്ഞിട്ടാണ് ഈ കരയുന്നത്. അതാണ് യാജ്ഞവൽക്യൻ പറയുന്നത്. അതാണ്, അല്ലാതെ അയാളുടെ ഇഷ്ടത്തിന് വേണ്ടിയല്ല, അയാളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. ആ കാപട്യത്തെ അന്നേ ആൾക്കാർ തുറന്ന് കാണിച്ചിട്ടുണ്ട്. സത്യമാണ്, നമ്മൾ ഒരാൾ പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ് നമുക്കുണ്ടാകുന്നത്, നമുക്ക് വലിയ വിടവാണ് ഉണ്ടാകുന്നത്. നമ്മൾ സാധാരണ രാഷ്ട്രീയക്കാരെല്ലാം പറയുന്നല്ലോ വലിയ നഷ്ടമാണ് എന്ന്. എന്നുവെച്ചാൽ നഷ്ടം നമുക്ക്, അങ്ങേർക്ക് വേണ്ടിയല്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനകത്ത്. അപ്പോൾ എല്ലാ ഈ ജീവിത പ്രവർത്തനങ്ങളെയും ഏറ്റവും ആന്തരികമായിട്ട് നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദമാണ്. അതാണ് ബ്രഹ്മത്തിൻ്റെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ആ ആനന്ദത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്, ആ ആനന്ദത്തിലെത്തുക എന്നുള്ളതാണ് ബ്രഹ്മജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഈ ഉപനിഷത്ത് നമുക്ക് നൽകുന്ന സന്ദേശം. നമുക്കിനി അടുത്ത ഉപനിഷത്തിലേക്ക് കടക്കാം. നന്ദി, നമസ്കാരം.